കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആലപ്പുഴയ്ക്കും അമ്പലപ്പുഴയ്ക്കും എന്നും സവിശേഷമായ സ്ഥാനമുണ്ട്. വിപ്ലവങ്ങളുടെയും പോരാട്ടങ്ങളുടെയും മണ്ണായി ഇവിടെ നിന്നിപ്പോൾ പുറത്തുവരുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം അത്യധികം ഗൗരവകരമായ വാർത്തകളാണ്. മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായിരുന്ന G. സുധാകരൻ പാർട്ടി ബന്ധം ഉപേക്ഷിക്കാനും അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും എടുത്ത തീരുമാനം കേവലം ഒരു പ്രാദേശിക രാഷ്ട്രീയ മാറ്റമല്ല, മറിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള ഒന്നാണ്. ദശാബ്ദങ്ങളായി ആലപ്പുഴയിലെ CPM-ന്റെ മുഖമായിരുന്നു G. സുധാകരൻ. പാർട്ടിയുടെ നയരൂപീകരണത്തിലും ഭരണപരമായ കാര്യങ്ങളിലും അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാർട്ടിക്കുള്ളിലെ ചില വിഭാഗീയതകളും വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും അകറ്റി. ഭരണ തുടർച്ചയുടെ കരുത്തിൽ മുന്നോട്ട് പോകുന്ന ഇടതുമുന്നണിക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അഴിമതിക്കും ക്രിമിനൽ മാഫിയ രാഷ്ട്രീയത്തിനുമെതിരെയുള്ള തന്റെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. G. സുധാകരന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിന് UDF പിന്തുണ പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി വൈകി കോൺഗ്രസിന്റെ മുതിർന്ന പ്രാദേശിക നേതാക്കളും UDF ജില്ലാ ഭാരവാഹികളും സുധാകരന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയത് വലിയ വാർത്തയായിരുന്നു. അരമണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച വെറും ഒരു സൗഹൃദ സന്ദർശനമായിരുന്നില്ല. പകരം സുധാകരന്റെ വിജയത്തിനായി UDF മിഷനറി മുഴുവൻ അമ്പലപ്പുഴയിൽ സജീവമാകുമെന്ന ഉറപ്പായിരുന്നു അത്. ഈ കൂടിക്കാഴ്ചയിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. CPM നേതാക്കൾ ചർച്ചയ്ക്ക് എത്തിയപ്പോൾ വീടിന് പുറത്തുനിന്നാണ് സുധാകരൻ സംസാരിച്ചത്. എന്നാൽ കോൺഗ്രസ് നേതാക്കളെ വീട്ടിനുള്ളിൽ ഇരുത്തി അദ്ദേഹം ചർച്ച നടത്തി. ഇത് പാർട്ടി നേതൃത്വത്തോടുള്ള അദ്ദേഹത്തിന്റെ കടുത്ത പ്രതിഷേധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നു മുതൽ കോൺഗ്രസ് പ്രവർത്തകർ സുധാകരനൊപ്പം പ്രചാരണ രംഗത്തുണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഇത് തിരഞ്ഞെടുപ്പ് ഗോതയിൽ സുധാകരന്റെ കരുത്ത് ഇരട്ടിയാക്കും. G. സുധാകരൻ എന്ന നേതാവിന്റെ സ്വാധീനം CPM-ന് നന്നായി അറിയാം. പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ വലിയൊരു വിള്ളൽ വീഴ്ത്താൻ അദ്ദേഹത്തിന് സാധിക്കും. അമ്പലപ്പുഴയിൽ H. സലാമിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുധാകരൻ നേരിട്ട് രംഗത്തെത്തിയതോടെ പാർട്ടി പ്രതിരോധത്തിലായിരിക്കുകയാണ്. നേരത്തെ CS സുജാത ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഇപ്പോൾ ഏതു വിധേനയും സുധാകരനെ തോൽപ്പിക്കുക എന്നത് പാർട്ടിയുടെ അന്തസ്സായി മാറിയിരിക്കുന്നു. CPM ഈ മണ്ഡലത്തിൽ നടത്തുന്ന കണക്കുകൂട്ടലുകൾ സുധാകരന്റെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ എത്രത്തോളം പിടിച്ചു നിൽക്കുമെന്നും കണ്ടറിയണം. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ G. സുധാകരൻ തന്റെ വിമർശനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയാണ് തൊടുത്തുവിടുന്നത്. മുഖ്യമന്ത്രിയുടെ മൂന്നാം ഊഴം എന്ന സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. പിണറായി ഭരണകൂടത്തോടുള്ള തന്റെ വിയോജിപ്പുകൾ ഓരോന്നായി അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. തനിക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ച പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ അദ്ദേഹം രചിതരേഖ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് സൂചിപ്പിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു സഖ്യരൂപീകരണത്തിനുള്ള സാധ്യത കൂടിയാണ്. അമ്പലപ്പുഴയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സുധാകരനെ പ്രേരിപ്പിച്ചത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. പാർട്ടിക്കുള്ളിലെ മാഫിയ സംഘർഷങ്ങൾക്കെതിരെയും അഴിമതിക്കെതിരെയും ശബ്ദമുയർത്താൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ജനകീയ സ്വതന്ത്രൻ എന്ന നിലയിൽ വോട്ടർമാർ തന്നെ സ്വീകരിക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. G. സുധാകരന്റെ ഈ നീക്കം CPM-നെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ വോട്ട് വിഹിതത്തിൽ വലിയ കുറവ് വരുത്തും. പ്രത്യേകിച്ച് ഈഴവ വോട്ടുകളിലും പാർട്ടി അനുഭാവികളുടെ വോട്ടുകളിലും വിള്ളലുണ്ടാക്കും. മറുവശത്ത് UDF-ന്റെ ഔദ്യോഗിക പിന്തുണ ലഭിക്കുന്നതോടെ ജയം സുധാകരന് അനായാസമാകുമെന്ന് ഒരു വിഭാഗം കരുതുന്നു. എന്നാൽ രാഷ്ട്രീയ മറിയലുകൾക്കും പേരുകെട്ട മണ്ണാണ് ആലപ്പുഴ. പാർട്ടി മിഷനറിയെ ഉപയോഗിച്ച് സുധാകരനെ തളയ്ക്കാൻ CPM സർവ്വസജ്ജമായി നിൽക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഒരു അധികായൻ സ്വന്തം പാർട്ടിക്കെതിരെ പടയൊരുക്കം നടത്തുമ്പോൾ അത് ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്നു. G. സുധാകരൻ ജയിച്ചാലും തോറ്റാലും അമ്പലപ്പുഴയിൽ ഈ പോരാട്ടം CPM-ന് വരാനിരിക്കുന്ന വലിയ ആഭ്യന്തര പ്രശ്നങ്ങളുടെ തുടക്കമായിരിക്കും. UDF ഈ അവസരം എത്രത്തോളം മുതലാക്കുമെന്നും സുധാകരന്റെ ഈ നീക്കം മറ്റു മണ്ഡലങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നു. അഴിമതിക്കെതിരെയുള്ള പോരാട്ടമെന്ന സുധാകരനും ചതിയുടെ രാഷ്ട്രീയമെന്ന CPM-ഉം ഇതിനെ വിശേഷിപ്പിക്കുന്നു. അന്തിമവിധി ജനങ്ങളുടേതാണ്. അമ്പലപ്പുഴയിലെ വോട്ടർമാർ ആരുടെ പക്ഷം ചേരുമെന്നത് വരും ദിവസങ്ങളിലെ പ്രചരണ ചൂടിൽ നിന്നും വ്യക്തമാകും. അമ്പലപ്പുഴയിലെ G. സുധാകരന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം UDF പിന്തുണയും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിലാകെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. CPM-ന്റെ ഉരുക്കുകോട്ടയായ ആലപ്പുഴയിൽ പാർട്ടി വോട്ടുകൾ ഭിന്നിക്കുന്നത് ഇടതു മുന്നണിക്ക് വലിയ തിരിച്ചടിയാകും. ദശാബ്ദങ്ങളായി സുധാകരനെ വിശ്വസിച്ച് വോട്ട് ചെയ്ത വലിയൊരു വിഭാഗം പാർട്ടി അനുഭാവികൾ ഇക്കുറി ചിഹ്നം നോക്കാതെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് CPM സ്ഥാനാർത്ഥി H. സലാമിന്റെ വിജയസാധ്യതയെ നേരിട്ട് ബാധിക്കും. സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച സുധാകരനെ പിന്തുണയ്ക്കാനുള്ള കോൺഗ്രസ് തീരുമാനം രാഷ്ട്രീയമായി വലിയൊരു നീക്കമാണ്. ഇത് വിരുദ്ധ ചേരിയിലുള്ള വോട്ടുകളെ ഒന്നിപ്പിക്കാനും ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാനും പ്രതിപക്ഷത്തിന് സഹായകമാകും. അഴിമതിക്കും ക്രിമിനൽ രാഷ്ട്രീയത്തിനുമെതിരെയുള്ള പോരാട്ടം എന്ന സുധാകരന്റെ മുദ്രാവാക്യം നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കും. ഇത് മുഖ്യമന്ത്രിയുടെ മൂന്നാം ഊഴം എന്ന ലക്ഷ്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മുതിർന്ന നേതാവിനെതിരെ നടപടിയെടുക്കുന്നതും അദ്ദേഹം തള്ളിപ്പറയുന്നതും താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കും. ഇത് മറ്റ് മണ്ഡലങ്ങളിലെ പ്രചാരണത്തെയും ബാധിച്ചേക്കാം. ചുരുക്കത്തിൽ അമ്പലപ്പുഴയിൽ ഈ പരീക്ഷണം വിജയിച്ചാൽ അത് CPM-നുള്ളിലെ വിഭാഗീയത പരസ്യമാക്കാനും വരും കാലങ്ങളിൽ കൂടുതൽ നേതാക്കൾ സമാനമായ വഴി സ്വീകരിക്കാനും കാരണമാകും. ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായ ഫോട്ടോ ഫിനിഷ് പോരാട്ടമായിരിക്കും അമ്പലപ്പുഴയിലേത്.